ഇപ്പൊ സഹകരണ രംഗം കേരളം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശ്വാസം നശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് വളരെ എളുപ്പം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രംഗമാണ്. ഞാൻ ചോദിക്കട്ടെ, ഷെഡ്യൂൾ ബാങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലും പണം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പണം കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിലെ നിക്ഷേപകർക്ക് ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ നഷ്ടപ്പെട്ട 5 ലക്ഷം രൂപ ഇല്ല, ഒന്നും ഫലപ്രദമല്ല. അത് എപ്പോഴാണ് ലിക്വിഡേഷൻ സ്റ്റേജിലാണ് കൊടുക്കുന്നത്. ലിക്വിഡേഷൻ സ്റ്റേജ് എപ്പോഴാണ്? മകളുടെ കല്യാണത്തിന്, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെൻഷനറി ബെനിഫിറ്റ് കൊണ്ടുപോയി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ആളുകൾ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ പറ്റില്ല. ഇത് ലിക്വിഡേഷൻ സ്റ്റേജ് ആകട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസ്യത എവിടെയാണ് നിൽക്കുന്നത്? ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ തന്നെ അതിനാവശ്യമായ പൈസ ഉണ്ട്. അതിനുള്ളൊരു കോർപ്പസ് രൂപീകരിച്ച് ഈ ഏത് നിക്ഷേപകനും സംരക്ഷണം കൊടുക്കുമെന്നൊരു ഗവൺമെന്റിന് പറയാനുള്ള വിൽ പവർ ഉണ്ടാകണം, ഇച്ഛാശക്തി ഉണ്ടാകണം. ഈ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ പണത്തിനും ഗ്യാരണ്ടി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറയണം. ഞാൻ പറയുന്നു, UDF അത് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ നിക്ഷേപകർക്കും നിക്ഷേപക ഗ്യാരണ്ടി ഡിപ്പാർട്ട്മെന്റ് റെക്കമെൻഡ് ചെയ്താൽ മതി. ഈ ബാങ്കിന് നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്, എങ്ങനെയാണത് വന്നത് എന്നുള്ളത് വേറെ കാര്യം. ജയിലിൽ പോകേണ്ടവർ ജയിലിൽ തന്നെ പോകണം, ഒരു സംശയമില്ല കാര്യം. പക്ഷെ നിക്ഷേപകന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മേഖല എങ്ങനെ പിടിച്ചു നിൽക്കും? നമുക്കതിന് കഴിയും. ഞങ്ങളത് പരിശോധന നടത്തിയിട്ടുണ്ട്. സഹകരണ മേഖലയിൽ നടത്തേണ്ട, അതിദ്രുതം വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ UDF-നുണ്ട്. ഞങ്ങൾ ജനുവരിയിൽ പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞു, ലാഭത്തിലുള്ള ജില്ലാ ബാങ്കുകളെ കൊണ്ട് സംസ്ഥാന ബാങ്കിൽ ലയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ? ഇപ്പോ കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ കാര്യം വന്നപ്പോൾ ഹെൽപ്ലെസ് ആയി സ്റ്റേറ്റ് ബാങ്ക്, അല്ലേ? സ്റ്റേറ്റ് ബാങ്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം റിസർവ് ബാങ്കിന്റെ കൺട്രോളാണ്. തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കാണ് ഉണ്ടായിരുന്നെങ്കിൽ 48 മണിക്കൂറിനകം കരുവന്നൂരിലെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുക. വേറെ കനറ ബാങ്കിലെ വിഷയം തിരുവനന്തപുരം ജില്ലാ ബാങ്കിന് സോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്തില്ല. അപ്പൊ ഈ പ്ലാനിംഗ് ആണ് നമുക്ക് എല്ലാ രംഗത്തും വേണ്ടത്. വലിയ മാറ്റങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കണം. അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും, ആരോഗ്യ രംഗത്താണെങ്കിലും, കാർഷിക രംഗത്തും, സഹകരണ രംഗത്തും, വ്യവസായ രംഗത്തും എല്ലാം സമൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികൾ നമുക്കുണ്ടാകണം. ഇപ്പൊ ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, ഞാൻ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇതിപ്പോ സ്റ്റാലിന്റെ കാലത്തേക്ക് പോകണം. നമ്മുടെ നാട് ലോകം മുഴുവനാണ്, അത് ശരിയാണ്. ഇത് ഞാൻ എപ്പോഴും പറയും, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായത് എല്ലാം 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ആവർത്തിക്കപ്പെടുകയാണ് എന്ന് പറയും. ബോൾഷെവിക് വിപ്ലവം ഉണ്ടായ റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ പ്രതിപക്ഷ നേതാവായ അലക്സി നവാൽനിയെ ജയിലിൽ വെച്ച് വിഷപ്പെടുത്തുന്നു. ടർക്കിയിൽ, ഫിലിപ്പൈൻസിൽ, ലോകത്തെ പല രാജ്യങ്ങളിലും ഏകാധിപതികൾ അധികാരത്തിലേക്ക് തിരിച്ചു വരിക. ഇന്ത്യയിൽ മാത്രമല്ല. ഇവരുടെ ഒരു പൊതു സ്വഭാവം, പഴയ കാലത്തെ പൊതു സ്വഭാവം എല്ലായിടത്തും ആവർത്തിക്കപ്പെടുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ കേരളത്തിൽ ഇതെല്ലാം PR പ്രൊപ്പഗാൻഡയായി മാറുക. ഇപ്പൊ പറയുന്നത് അതീവ ദരിദ്ര രഹിത സംസ്ഥാനം എന്ന് പറഞ്ഞു ഒരു പ്രഖ്യാപനം, PR പ്രൊപ്പഗാൻഡ. അത് വിമർശിക്കപ്പെട്ടു. ആരാ വിമർശിച്ചത്? പ്രധാനമായും കേരളത്തിലെ പ്ലാനിംഗ് രംഗത്ത്, വികസന രംഗത്ത്, സാമൂഹ്യ രംഗത്ത് നിർണായകമായ സംഭാവനകൾ ചെയ്ത കുറേ വലിയ മനുഷ്യർ, അല്ലേ? അവര് 10-25 പേർ ഒപ്പിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്, തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത്, ഇത് സംസ്ഥാനത്തിന് ദോഷമാവുന്നത്. അവരാക്രമിക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയാണ്. ആ പ്ലാനിംഗ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ, കേരളത്തിലെ ശ്രദ്ധേയമായ സംഭാവനകൾ പല കാര്യത്തിലും ചെയ്തിട്ടുള്ള, അഭിപ്രായം രൂപീകരിച്ചിട്ടുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു, സ്റ്റാലിൻ ഗുലാഗ് ആർച്ചിപ്പലോഗ എഴുതിയതിന്റെ പേരിൽ അലക്സാണ്ടർ ഷോൾസെൻസിനെ നാടുകടത്തി വെസ്റ്റ് ജർമ്മനിയിൽ വെച്ചു. പിണറായി വിജയന് അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ, പറ്റുമായിരുന്നുവെങ്കിൽ RVG മേനോനെയും ഡോക്ടർ KP കണ്ണനെയും ഡോക്ടർ MA ഉമ്മനെയും MK ദാസിനെയും അരവിന്ദാസ സാറിനെയൊക്കെ നാടുകടത്തി. അധികാരം ഇല്ലാത്തതുകൊണ്ട്. നാടുകടത്തിനേക്കാൾ ക്രൂരമായിട്ടാണ് അവരോട് സോഷ്യൽ മീഡിയയിലൂടെ CPM-ന്റെ ആളുകൾ പെരുമാറുന്നത്. എത്ര മോശമായിട്ടാണ് ആ മനുഷ്യരെ അധിക്ഷേപിക്കുന്നത്. രാജകൊട്ടാരങ്ങളിലെ വിദൂഷകരെ കൊണ്ട് എലിവാണങ്ങളാണ് ഇവരെന്ന് പറയിപ്പിക്കുക. ഇത്രയും വലിയ മനുഷ്യരെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ പല കാര്യങ്ങളിലും അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാം ആദരിക്കുകയും കേരള സമൂഹം ബഹുമാനിക്കുകയും ചെയ്യുന്ന കുറേ നല്ല മനുഷ്യരെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ്? ഗവൺമെന്റിനെ വിമർശിക്കാൻ പാടില്ല, സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല. ഇപ്പോ പറയും പ്രതിപക്ഷം അല്ലെങ്കിൽ UDF കോൺഗ്രസ്സുകാർ എഴുത്തും വായന അറിയാൻ പാടാത്ത ആളാണ്, ഇവരാണെങ്കിൽ ബുദ്ധിജീവികളായിട്ടുള്ള ആളല്ല. അങ്ങനെയാണ് ഒരു പൊതുസങ്കല്പം. ആ ബുദ്ധിജീവി ചമയുന്ന ഒരു മന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം കണ്ടില്ല. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂകിയതാണ്. എന്തൊരു മനോഹരമായ ഭാഷയാണ്. പട്ടി ഓരിയിടുന്നത് പോലെ, കുറുക്കൽ ഓരിയിടുന്നത് പോലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ മന്ത്രിക്ക് തോന്നിയതെങ്കിൽ ഇവർ സ്റ്റാലിന്റെ കാലത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്. വിമർശനങ്ങളെ പേടിയാണ് ഇവർക്ക്. സ്റ്റാലിനും ഹിറ്റ്ലർക്കും മുസോളിനിക്കൊക്കെ പേടിയായിരുന്നു, ഭീതിയായിരുന്നു. അവരെയൊക്കെ ചെറുത്ത് നിന്നവരായിരുന്നു ധീരന്മാർ. അതേ ഭീതിക്കളാണ് ഇവർ.
ഇവരെ വിമർശിക്കാൻ പാടില്ല, ഇവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവരുടെ ഈ ഫേക്ക് PR പ്രൊപ്പഗാൻഡ വിശ്വസിച്ച് എല്ലാവരും കൈയടിക്കണം. കൈയടിക്കാത്തവരെല്ലാം മോഡി പറയും രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഇവർ സംസ്ഥാനത്തിന്റെ ശത്രുക്കളാക്കി, വികസനത്തിന്റെ ശത്രുക്കളാക്കി മാറ്റുകയാണ്. ആരെ കബളിപ്പിക്കാനാണ് ഇവർ നടത്തുന്നത്? ഇവർ നടത്തുന്ന കോൺക്ലേവുകൾ എവിടെയായിരുന്നു? 9.5 വർഷക്കാലം ഒരു കോൺക്ലേവ് നടത്തിയില്ലല്ലോ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. എവിടെ നിന്നിരുന്നാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം, കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം? ബ്രെയിൻ ഡ്രെയിനാണ്, കുട്ടികൾ പോവുകയാണ് ഇല്ലേ? എന്തല്ല ഇപ്പോഴാണ് കശുവണ്ടി കമ്പനികൾ മുഴുവൻ പൂട്ടിക്കിടക്കുകയാണ് കൊല്ലത്ത്. അവിടെ കൊണ്ടുപോയി കശുവണ്ടി കോൺക്ലേവാണ് ഇറങ്ങാൻ നേരത്തെ. അടുത്ത ആഴ്ച ഇലക്ഷനാണ്. കയർ തൊഴിലാളികൾ വലിയ സങ്കടത്തിലാണ്. അവിടെ കയർ കോൺക്ലേവാണ്. ആരെ കബളിപ്പിക്കാനാണ്? ഇറങ്ങി പോകാൻ നേരത്ത് തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച നടത്തുന്ന ഈ നാടകങ്ങൾ ആരെ കബളിപ്പിക്കാനാണ്? അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അതിന് ഏതു ഭാഷയിൽ വിമർശിച്ചാലും അത് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. കുറേ നല്ല മനുഷ്യർ, അവരിൽ പലരും പല കാലത്തും ഇടതുപക്ഷ സഹയാത്രികരായിരുന്നു ഇല്ലേ? അവരിൽ പലരും അവരെല്ലാം എത്ര മോശമായിട്ടാണ് അധിക്ഷേപിക്കുന്നത്. ഡോക്ടർ കൽപ്പറ്റ നാരായണൻ ഒരു അഭിപ്രായം പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ വളരെ എല്ലാവരും മലബാറിലൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്ന ആ എഴുത്തുകാരനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുകയാണ്. എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ്. അഭിപ്രായം പറയാൻ പാടില്ല, എഴുത്തുകാരെ അഭിപ്രായം പറയാൻ പാടില്ല, ബുദ്ധിജീവികളുടെ അഭിപ്രായം പറയാൻ പാടില്ല, വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായം പറയാൻ പാടില്ല, പ്രതിപക്ഷ നേതാക്കന്മാരുടെ അഭിപ്രായം പറയാൻ പാടില്ല. അതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. CMB സ്ഥാപക നേതാവും സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രിയുമായിരുന്ന MB രാഘവൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഹാളിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ചടങ്ങിൽ MBR പുരസ്കാരം തിരുവനന്തപുരം ടെക്നോ പാർക്ക് സ്ഥാപക CEO G വിജയരാഘവന് നൽകി ആദരിച്ചു. ട്രസ്റ്റിൻ്റെ ചെയർമാൻ CP ജോൺ ചടങ്ങിൻ്റെ അധ്യക്ഷനായിരുന്നു. കൂടാതെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി MB സാജു, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ, CMB ജില്ലാ സെക്രട്ടറി MR മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ, തിരുവനന്തപുരം.